ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമായ ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി. എന്താണ് ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന് പറഞ്ഞാൽ? മെട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അളവ്. ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ മെട്രി ഓഫ് ട്രിഗോണം അല്ലെങ്കിൽ ത്രികോണത്തിന്റെ അളവ്. ത്രികോണത്തിന്റെ അളവുകൾ. ത്രികോണമിതി, മിതി എന്ന് പറയുമ്പോഴും അളവ് എന്ന് തന്നെയാണ്. അപ്പോൾ ത്രികോണത്തിന്റെ അളവുകൾ എന്നാണ് ഈ പാഠത്തിന്റെ പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അപ്പോ ത്രികോണമിതി എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ അളവുകൾ. ഒരു ത്രികോണത്തിന് ഏതൊക്കെ തരത്തിലുള്ള അളവുകളാണുള്ളത്? ഒരു ത്രികോണത്തിന് 3 കോണുകളും 3 വശങ്ങളും ഉണ്ട്. ഇവിടെ ഒരു സമപാർശ്വ മട്ട ത്രികോണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. എന്താണ് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? 2 വശങ്ങൾ തുല്യമായിരിക്കണം, അപ്പോഴാണ് ഒരു ട്രയാങ്കിൾ ഐസോസെലസ് ആവുന്നത്. അപ്പൊ ഇവിടെ 2 വശങ്ങൾ എന്ന് പറയുമ്പോൾ അത് രണ്ടും ലംബവശങ്ങളായിരിക്കും. പെർപെൻഡിക്കുലർ സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആയിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഇത് രണ്ടും പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇനി ഇതിന്റെ ഈ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു കോൺ, ഇവിടെ വരുന്ന കോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്, ഓപ്പോസിറ്റ് വരുന്ന കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഈ 2 കോണും തുല്യമായിരിക്കും. ഒരു ത്രികോണത്തിന്റെ ആകെ കോണളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് 180 ഡിഗ്രിയാണ്. ഇതിനകത്തുനിന്ന് ഒരു കോൺ ഇവിടെ 90 ആണല്ലോ. ആ 90 എന്ന് പറയുന്ന കോൺ ഇതിനകത്തുനിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഒരു 90 ഡിഗ്രിയാണുള്ളത്. ആ 90 ഡിഗ്രി ഇവിടെ രണ്ടും തുല്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 90ന്റെ പകുതി വീതം രണ്ടും വരും. 90ന്റെ പകുതി എത്രയാ? 90ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പൊ 2 കോണുകൾ 45 വീതം വരും. അതായത് ഇവിടെ 45 എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ വരുന്നതും എത്രയായിരിക്കും? 45 ആയിരിക്കും. അതേപോലെ ഇവിടെ വരുന്നത് 90 ആയിരിക്കും. അപ്പൊ ഈ ഒരു ത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 45, 45, 90 എന്ന് വരുന്ന ഒരു ത്രികോണമാണ്. ഞാൻ ഇതിന്റെ ഈക്വൽ ആയിട്ടുള്ള ഈ സൈഡ്സ്, പെർപെൻഡിക്കുലർ സൈഡ്സിനെ ഒന്നിനെ ഒന്നെന്ന് എടുക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെയും 1 തന്നെ ആയിരിക്കും, അല്ലെ? അങ്ങനെ വരുമ്പോ ഇതിന്റെ ഈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കർണം കണ്ടുപിടിക്കുക? അപ്പൊ ഈ ട്രയാങ്കിളിന് ഞാനൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിന്റെ പേര് ഞാൻ ABC എന്ന് കൊടുക്കുന്നു. എ, അതുപോലെ തന്നെ ഇവിടെ ഞാൻ ബി എന്ന് കൊടുക്കുന്നു, ഇവിടെ സി എന്ന് കൊടുക്കുന്നു. ABC എന്നൊരു പേര് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്, അല്ലെങ്കിൽ കർണമാണ്. കർണം എന്ന് പറഞ്ഞാൽ അത് AC ആണ്. നമുക്കറിയാം AC സ്ക്വയർ ഈക്വൽ ടു, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം. ഇനി എങ്ങനെയാണ് AB എത്രയാ? AB എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 പ്ലസ് 1 ഈക്വൽ ടു 2. ഇത് AC സ്ക്വയർ ആണ് ഈ 2 കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആവുമ്പോ AC എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? AC ഈസ് ഈക്വൽ ടു √2 ആയിരിക്കും. അതായത് ഇതിന്റെ കർണമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പോട്ടനീസ് ആയിട്ടുള്ള ഈ വശം √2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ 45, 45, 90 വന്നു കഴിഞ്ഞപ്പോ 1, 1 √2 എന്ന് വരും. ഇനി ഇത് തന്നെ നമ്മൾ ഇവിടെ 2 എന്നാണ് എടുത്തത് എങ്കിൽ നമുക്ക് ഇവിടെയും 2 ആയിരിക്കും. അപ്പൊ ഇവിടെ കിട്ടുന്നത് 2 √2 ആയിരിക്കും. അതായത് നമ്മളൊരു ത്രികോണത്തിന്റെ കോണുകൾ 45,
45, 90 ഇങ്ങനെയാണ് കോണിന്റെ അളവുകൾ. ആംഗിൾസ് ഇങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. 1:1:√2 ആണ്. ഇതാണ് ഇതിൽ നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് 45, 45, 90 എന്നാണെങ്കിൽ 1:1:√2 എന്നായിരിക്കും അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ അല്ലെങ്കിൽ സൈഡ്സിന്റെ അംശബന്ധം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ഒരു ആശയം. ഇനി നമ്മൾ ഇതില് രണ്ടാമത്തെ ഒരു ആശയമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം. അപ്പൊ ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ത്രികോണമാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ വശങ്ങളുടെയൊക്കെ അളവ് ഞാൻ എടുക്കാൻ പോകുന്നത് 2 എന്നാണ് എടുക്കുന്നത്. ഇതിന്റെ ഒരു വശം 2 എടുത്തു, അതുപോലെ തന്നെ ഈ വശം അപ്പൊ 2 ആയിരിക്കും, ഇവിടെ വരുന്ന വശവും 2 ആയിരിക്കും. നമ്മളിവിടെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞതില് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തിരുന്നത്. ട്രിഗ്നോമെട്രി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും റൈറ്റ് ട്രയാങ്കിളിലായിരിക്കും. അപ്പൊ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലംബം വരച്ചു കൊടുക്കും. ഇവിടെ ഒരു ലംബം വരച്ചു കൊടുത്തു. അപ്പൊ ഇതിന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ പേര് ഞാൻ ഇവിടെ PQR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പേര് P, അതുപോലെ തന്നെ ഇവിടെ Q, ഇവിടെ R എന്ന് കൊടുത്താൽ ട്രയാങ്കിളിന്റെ പേര് PQR എന്നാണ്. ഈ ലംബം വരച്ചിട്ട് അതിന് ഞാനൊരു PS എന്നുള്ള ഒരു പേരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിവിടെ PSQ എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ റൈറ്റ് ട്രയാങ്കിളിന്റെ പേര് എന്തായിരുന്നു? PSQ. PSQ എന്ന് പറയുന്ന ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ കോണുകളും തുല്യമായിരിക്കും. എല്ലാ കോണും തുല്യമാവണമെങ്കിൽ ഓരോന്നും 60 ഡിഗ്രി വീതമാവണം. 60 ആയി കഴിഞ്ഞാലേ മൊത്തം 180 കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും, അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ 60 ഡിഗ്രി ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ ഒരു ലംബം അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചതുകൊണ്ട് ഈ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും? ഇതിന്റെ ആംഗിളിനെ ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റും. അതായത് ഒരു 30 ഇവിടെ വരും, അതേപോലെ ഇവിടെയും ഒരു 30 വരും. ഇതുപോലെ താഴെയുള്ള ഈ സൈഡിനെ 2 എന്ന് പറയുന്ന ഈ സൈഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ സൈഡ് ഇവിടെ 1ഉം ഇവിടെ 1ഉം വരും. അപ്പോൾ 1, 1 എന്ന് പറയുന്ന ഒരു സൈഡാണ് താഴെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തുള്ള ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ, അതായത് PSQ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ PSQവിന്റെ പ്രത്യേകത എന്താ? PSQ എന്ന് പറയുന്നത് 30, 60, അതുപോലെ തന്നെ ഇവിടെ ഇത് ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവിടെ 90 ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് 30, 60, 90 എന്ന് പറയുന്ന ഒരു ത്രികോണമാണ്. അപ്പൊ ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 30, അതുപോലെ തന്നെ 60, 90. 30, 60, 90 എന്ന് പറയുന്ന ഒരു ത്രികോണമാണ് ഇത് വരുന്നത്. ഇനി ഇതിന്റെ വശങ്ങൾ നമുക്ക് കണ്ടെത്തണം. ഇവിടെ രണ്ട് വശങ്ങളാണ് നമുക്കുള്ളത്. 1, 2 എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഈ വശം നമ്മൾ കണ്ടെത്തണം. അപ്പൊ ആ വശം കണ്ടെത്താൻ എന്താ ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം, ഇവിടെ PQ, അതായത് ഹൈപ്പോട്ടനീസിന്റെ സ്ക്വയർ. ഹൈപ്പോട്ടനീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ PQ ആണ്. PQ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ പറയാം? PS സ്ക്വയർ പ്ലസ് QS സ്ക്വയർ എന്ന് പറയാം, അല്ലെ? PS സ്ക്വയർ പ്ലസ് QS സ്ക്വയർ. എന്താണ് PS? PQ സ്ക്വയർ എത്ര? PQ നമുക്ക് ഇവിടെ അറിയാം. PQ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഈക്വൽ ടു PS നമുക്ക് അറിയില്ല, PS സ്ക്വയർ, അതാണ് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് QS എന്ന് പറഞ്ഞാൽ അത് 1 സ്ക്വയർ. ഇനി ഇതിനകത്ത് 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഈക്വൽ ടു PS സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് 1. ഇനി ഇവിടെ PS സ്ക്വയർ മാത്രം എഴുതാൻ പോവാണ്. എങ്ങനെ PS സ്ക്വയർ മാത്രം എഴുതാം? PS സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് 1. 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3.
PS square is equal to 3. Therefore, PS equal to root of 3. അപ്പോൾ PS എന്ന് പറഞ്ഞാൽ റൂട്ട് 3 എന്ന് കിട്ടി. അതായത് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇതിന്റെ അളവ് എത്രയാണ്? റൂട്ട് 3 എന്നാണ്. അതായത് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 30, 60, 90 എന്ന് പറയുന്ന ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 30യുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 1 ആണ്. അതുപോലെ തന്നെ 60യുടെ ഓപ്പോസിറ്റ് വരുന്നത് റൂട്ട് 3 ആണ്. 90യുടെ ഓപ്പോസിറ്റ് വരുന്നത് 2 ആണ്. അതായത് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് 30, 60, 90 എന്ന് പറയുന്ന കോണുകളുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 എന്നായിരിക്കും. ഈ രണ്ട് ഐഡിയകളാണ് നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് പഠിച്ചു വെക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട രണ്ട് ആശയങ്ങൾ എന്ന് പറയുന്നത് 45, 45, 90 വരുന്ന കോണുകളുള്ള ഒരു ത്രികോണമാണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. 30, 60, 90 ഇങ്ങനെ വരുന്ന ഒരു കോണുകളുള്ള ത്രികോണത്തിന്റെ വശങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. ഈ രണ്ട് ഐഡിയാസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മളിപ്പോൾ പഠിച്ച പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.